നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ നിന്ന് രാത്രി പിറന്നാൾ കേക്കുമായി കൊല്ലത്തുള്ള 16-കാരിയെ കാണാനെത്തിയ യുവാവിന് പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി പെൺകുട്ടിയുടെ ബന്ധുക്കൾ രംഗത്തെത്തി. കൊല്ലം തേവലക്കരയിൽ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് നഹാസിനാണ് പരിക്കേറ്റത്. വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന ബന്ധുക്കളുടെ പരാതിയിൽ ഇയാൾക്കെതിരെ കൊല്ലം തെക്കുംഭാഗം പോലീസ് പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ ബന്ധുക്കൾ തന്നെ കെട്ടിത്തൂക്കിയിട്ട് തുണിയിൽ തേങ്ങ കെട്ടി അടിക്കുകയും കൈമുട്ടുപയോഗിച്ച് മർദ്ദിച്ചതായും തീപ്പെട്ടി ഉറിച്ച് ചെവിയിൽ വയ്ക്കുകയും ചെയ്തതായി നഹാസ് പറയുന്നുണ്ട്. മർദ്ദനത്തെ തുടർന്ന് അവശനായ താൻ വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ സോപ്പ് വെള്ളം കുപ്പിയിലാക്കി കുടിക്കാൻ നൽകിയതായും പറയുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടിയെ മുഹമ്മദ് നഹാസ് സ്ഥിരമായി ശല്യം ചെയ്യുമായിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു. ശല്യം കൂടി വന്നതോടെ പെൺകുട്ടിയെ രക്ഷിക്കാൻ തേവലക്കരയിലെ ബന്ധു വീട്ടിലേക്ക് മാറ്റി. കേക്കുമായി വീട്ടിലെത്തിയ യുവാവിനെ ബന്ധുക്കൾ തടഞ്ഞു വെച്ച് മർദ്ദിക്കുകയായിരുന്നത്രേ. 13ഓളം പേരാണ് കെട്ടിത്തൂക്കി അടിച്ചതെന്നും തേങ്ങ തുണിയിൽ കെട്ടി തലയിൽ ഉൾപ്പെടെ മർദ്ദിച്ചതായും തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഉരച്ച് ചെവിയിൽ കുത്തിക്കയറ്റിയതായും യുവാവ് പറയുന്നുണ്ട്. മർദ്ദനമേറ്റതിനെ തുടർന്ന് ശരീരത്തിൽ ആകെ പാടുകളാണ്. ഒടുവിൽ പോലീസ് എത്തിയാണ് മോചിപ്പിച്ചതെന്നും യുവാവ് പറയുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറി 16-കാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നാണ് കുടുംബത്തിന്റെ പരാതി. യുവാവിന്റെ ശല്യം സഹിക്കവയ്യാതെയാണ് കോന്നി സ്വദേശിയായ പെൺകുട്ടിയെ തേവലക്കരയിലെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയതെന്നും കുടുംബം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മർദ്ദനമേറ്റതിന് യുവാവ് രേഖാമൂലം പരാതിയൊന്നും നൽകിയിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. പെൺകുട്ടിയുടെ ആവശ്യപ്രകാരമാണ് താൻ കേക്കുമായി പിറന്നാൾ ദിവസം വീട്ടിലേക്ക് എത്തിയതെന്നാണ് യുവാവ് പറയുന്നത്. പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് അയച്ച ലൊക്കേഷൻ നോക്കി വീടിന് മുന്നിലെത്തിയപ്പോൾ ടോർച്ചടിച്ച് കാണിച്ചെന്നും ആ പെൺകുട്ടി എന്ന് കരുതി പേര് വിളിച്ചപ്പോൾ കുറേയേറെ പേർ വന്ന് മർദ്ദനം തുടങ്ങിയതായും യുവാവ് പറയുന്നുണ്ട്. നിലവിൽ ചികിത്സയിലാണ് യുവാവ്. അതേസമയം മറ്റൊരു സംഭവത്തിൽ തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. പേരൂർക്കട സ്വദേശി മായ മുരളിയെയാണ് കഴിഞ്ഞ ദിവസം ഇവർ താമസിക്കുന്ന വാടക വീടിനോട് ചേർന്ന റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും പ്രതിയെ ഇതുവരെ കണ്ടെത്താനായില്ല. മായയുടെ രണ്ടാം ഭർത്താവ് രഞ്ജിത്തിനെ സംഭവ ദിവസം മുതൽ കാണാതായതും ദുരൂഹതയാണെന്ന് നാട്ടുകാർ പറയുന്നു. 8 വർഷം മുമ്പ് മായ മുരളിയുടെ ആദ്യ ഭർത്താവ് ഒരു അപകടത്തിൽ മരിച്ചിരുന്നു. ശേഷം 1 വർഷം മുമ്പാണ് കുടപ്പനക്കുന്ന് സ്വദേശി രഞ്ജിത്തുമായി ഒരുമിച്ച് താമസം തുടങ്ങിയത്. കാട്ടാക്കട മുതിയവിളിയിൽ വാടക വീട്ടിലായിരുന്നു ഇരുവരുടെയും താമസം. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെ യുവതിയുടെ മൃതദേഹം വീടിനോട് ചേർന്ന റബ്ബർ തോട്ടത്തിൽ നിന്നും കണ്ടെത്തിയത്. കണ്ണിനും നെഞ്ചിലും പരിക്കേറ്റ നിലയിലായിരുന്നു മൃതദേഹം. യുവതിയുടേത് കൊലപാതകമാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിനു ശേഷം ഭർത്താവ് രഞ്ജിത്തിനെ കാണാതാവുകയായിരുന്നു. ഇതുവരെയും ഇയാളെ കണ്ടെത്താനായിട്ടില്ല. മായയും ഭർത്താവും തമ്മിൽ വീട്ടിൽ നിരന്തരം ബഹളവും വഴക്കും കേട്ടിരുന്നതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അജ്ഞാതനായ ഒരാളെ ഇടയ്ക്കിടെ ഈ വീട്ടിൽ വന്നുപോയതായും ചിലർ മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.